ഹായ്, ഇന്ന് നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കിച്ചൺ ആട്ടോ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവിടെയാണ് മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്രീൻ വുഡ് കോമ്പിനേഷനിലായിട്ട് ഗേറ്റ് നൽകിയിട്ട് ഒരു നീളൻ വഴിയൊരുക്കിയിട്ടാണ് വീട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. അടിപൊളി എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്ത് വീടിൻ്റെ അകത്തളങ്ങളും മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണും അടിപൊളിയായിട്ട് കേട്ടോ ഈ ഒരു വീട്ടിൽ നൽകിയിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് കിണർ വന്ന് അവിടെ ഹാഫ് പോർഷനിലായിട്ട് ചെടിയാണ് കൊടുത്തിരിക്കുന്നത്. ചെടി വെക്കാനായിട്ടുള്ള സ്പേസ് ഫ്രണ്ടിലൊക്കെ ആയിട്ട് നൽകിയിട്ടുണ്ട്. ആ ഒരു സ്റ്റെപ്പിന് ടോപ്പിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ഇരിച്ച് ഇവിടെ ലെങ്ത്തിലായിട്ടൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. 3500 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഓപ്പൺ സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ സെറ്റ് ചെയ്ത് ഒരു സൈഡിലായിട്ട് ചെടി വയ്ക്കാനായിട്ടുള്ള ഏരിയ നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പിന് നേരെ ഇവിടെയായിട്ട് ഡബിൾ ഡോർ നൽകിയിട്ടാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഫോയറിലെത്തി. ഫോയറിൽ നിന്നായിട്ടാണ് ലിവിങ് ഏരിയയിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സോഫ സെറ്റിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഓരോ ഏരിയയും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ ടെക്സ്ചർ പെയിൻറ് നൽകി ഇവിടെ ഒരു പാർട്ടീഷൻ വോൾ നൽകിയിട്ടുണ്ട്. ആ ഒരു പാർട്ടീഷൻ വോൾ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ തന്നെ ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലെങ്ത്തിലായിട്ട് മിറർ നൽകി അവിടെ ആയിട്ട് ബാക്ക് സൈഡിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ വാച്ച് ചെയ്യാം കേട്ടോ. ഈ ഒരു വാഷ് ബേസിനോട് ചേർന്ന് പുറത്തേക്കായിട്ടുള്ളൊരു ഏരിയ വരുന്നുണ്ട്. അവിടെ ആയിട്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഷട്ടറും കൂടെ ബാക്കിലായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയർ കേസ് നൽകി ആ ഒരു സ്റ്റെയർ കേസിന് താഴെ നിന്നായിട്ടും പുറത്തേക്കായിട്ടുള്ളൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഓരോ ബെഡ്റൂമും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ലെങ്ത്തിലായിട്ടാണ് കേട്ടൺ നൽകിയിട്ടുള്ളത്. കോട്ടിന് ഹെഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മൈക്ക ലാമിനേഷൻ ആട്ടോ ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ടും സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ലെങ്ത്തിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലെത്തി താഴെയായിട്ട് 3 ബെഡ്റൂമാണ് വരുന്നത്. ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് 2 ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആ ഒരു ലുക്കിലാട്ടോ ഓരോ ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം കഴിഞ്ഞ് ഈ ഒരു ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ മെയിൻ ഭാഗമായിട്ടുള്ള കിച്ചൺ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. വുഡിലായിട്ട് 2 സൈഡിലും ലെങ്ത്തിലായിട്ട് ഗ്ലാസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. വളരെ സ്പെഷ്യലായിട്ടാട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിരിക്കുന്നത്. മോഡുലാർ കിച്ചണും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും ഓവനും വാഷിംഗ് മെഷീനും എല്ലാം ഈ ഒരു കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരൊറ്റ കിച്ചണിലായിട്ട് ഇവിടെ സെൻട്രലായിട്ടാണ് ഈ ഒരു മോഡുലാർ കിച്ചണും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടെ ഒരുക്കിയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് വിരിച്ചിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് മോഡുലാർ കിച്ചൺ ചെയ്ത് ഒരു സൈഡിലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു കിച്ചണിൽ നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മോഡുലാർ കിച്ചൺ വരുന്ന ആ ഒരു ഭാഗത്ത് ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട്. അതിവിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ചുറ്റിലുമായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ മൈക്ക നൽകിയിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിരിക്കുന്നത്. വാളിലായിട്ട് ഒരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റും മുഴുവനായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയപ്പോൾ ഈ ഒരു കിച്ചണിന് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് കേട്ടോ. അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് വിൻഡോ വരുന്നുണ്ട്. ആ ഒരു വിൻഡോക്കായിട്ട് ബ്ലൈൻഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടുള്ള ഈ ഒരു കിച്ചണിലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ആയിട്ടാണ് പ്ലേറ്റ് ട്രേ അതുപോലെ സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിൽ വരുന്ന ട്രേസാണ് ഇവിടെയെല്ലാം ഉൾഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിന് സെൻട്രലായിട്ട് ഒരു ഗ്ലാസ്സിലായിട്ട് വരുന്ന സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അവിടെ ഓവൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണിനോട് മാച്ചായി ബ്ലാക്ക് ഗ്ലാസ് തന്നെയാണ് ഇവിടെ ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിന് നൽകിയിട്ടുള്ളത്.
ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് കഴിഞ്ഞ് കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന ഷോ ഐറ്റംസ് എല്ലാം ബ്ലാക്ക് കളറിൽ തന്നെയാട്ടോ നൽകിയിട്ടുള്ളത്. അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള കബോർഡ്സാണ് ഈ ഒരു ഭാഗത്തെല്ലാം ചെയ്തിട്ടുള്ളത്. ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്ത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത്. അവിടെ തന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. സിങ്കിന് മുകളിലായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡ് നൽകിയിരിക്കുന്നത്. അവിടെ തന്നെ ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റോട് കൂടിയിട്ടാണ് അവിടെ കബോർഡ്സ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൻ്റെ ഓരോ ഭാഗവും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാട്ടോ വിരിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ലാബ് കഴിഞ്ഞ് വാഷിംഗ് മെഷീനൊക്കെ വരുന്ന ആ ഒരു ഭാഗം സ്ലാബ് അല്പം ഉയർത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ലെങ്ത്തിലായിട്ടൊരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കബോർഡ്സിനുള്ളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സോട് കൂടിയിട്ടാണ് ആ ഒരു ഷെൽഫ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ മൈക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റോർ റൂം ഇല്ലാതെ തന്നെ സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടോൾ യൂണിറ്റ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിന് തൊട്ട് മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ആ ഒരു ചെയർ ആമസോണിൽ നിന്ന് വാങ്ങിയതാട്ടോ. മോഡുലാർ കിച്ചൺ വരുന്ന ഭാഗത്ത് താഴെയായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയെല്ലാം വെജിറ്റബിൾ ട്രേ ആണ് കൊടുത്തിട്ടുള്ളത്. വിക്കർ ബാസ്ക്കറ്റ് നൽകാതെ തന്നെ ഇവിടെ ഈ ഒരു മൾട്ടിവുഡിൽ തന്നെയാണ് വെജിറ്റബിൾ ട്രേസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട്. കിച്ചൺ ഉൾപ്പെടെ ഈ ഒരു വീട് ചെയ്യാനാണ് ഇൻറ്റീരിയറിന് 20 ലക്ഷം രൂപ വരുന്നത്. ഈ ഒരു കിച്ചണിൽ തന്നെ ബാക്ക് സൈഡിലേക്കായിട്ടുള്ള ഡോറ് വരുന്നത് സിങ്കിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു വീടും കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക്